അപ്പൊ നമ്മളിന്ന് മന്തി കഴിക്കാനായിട്ട് പോവുകയാണ്. എവിടെയാണ് പോകുന്നത്? മന്തി ഹൗസിൽ. അപ്പൊ ഞങ്ങൾ പൊട്ടന്മാരാ. ഗൈസ് ലീവ് കഴിഞ്ഞ് വന്നിട്ട് എന്താണ് പുറത്തിറങ്ങുന്നത്. ഗൈസ് ഞങ്ങൾ സാധാരണ പൊക്കോണ്ടിരുന്ന വഴി കോളേജുകാരെ അടച്ചു. അത് കാരണം ഇന്ന് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തൊക്കെ വേണം പോവാൻ. ഭയങ്കര ടാസ്കാ. ചാവോടെ കൂട്ടച്ചാവലായിരിക്കും. നോക്കിച്ചാട്. വീട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തുവാ മലയും കാടും ഒക്കെ താണ്ടി അവർ പൊക്കോണ്ടിരുന്നത്. ആ സ്കീമാ ഞങ്ങൾ പോകുന്ന വഴിയുണ്ടോ? എന്താ അവസ്ഥയാണ്? മര്യാദക്കുള്ള റോഡിൽ കൂടെ കോളേജുകാർ കയറ്റി വിട്ടില്ല. ഇത് മന്തി കഴിപ്പ് മാത്രമല്ല, ഫോട്ടോഷൂട്ടും ഉണ്ട്. എല്ലാവരുടെയും ഫോട്ടോഷൂട്ട് ഉണ്ട്. എല്ലാവരുടെയും ഉണ്ട്. നടന്നു പോകാനുള്ളത് നമ്മൾ ഊബറൊക്കെ വിളിച്ച് പോവാണ്. ആദ്യം എത്താനുള്ള ത്വരയാ. ഷവായി വേണ്ടട്ടാ, ഞാൻ അന്ന് ഷവായി അപ്പൊ അങ്ങനെ മന്തിക്ക് ഓർഡർ കൊടുത്തു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? 6 പെരി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സാധനം വന്നിട്ട് കാണാം. ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്നത് ഭയങ്കര 3G ആയിട്ടുള്ളൊരവസ്ഥയാണ്. കുറെ നേരമായി. എല്ലാവരും സെലിബ്രേറ്റ് ആക്കി. വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത് ഫുഡ് വന്നില്ല. മന്തി എന്താ വരാത്തെ? വിശക്കുന്നു. വീഡിയോ എടുക്കുന്നതാണ് നിന്റെ ക്യൂട്ട്നെസ് വാരി ഇടുന്നത്. ഫൈനലി അങ്ങനെ ഫുഡ് വന്നു. എടുത്തോ ഇതെവിടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ അല്ലായിരിക്കും. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ട് എടുത്തപ്പോഴത്തേക്ക് എല്ലാവരും ചത്തു. കപ്പാസിറ്റി ഇല്ല. അന്തൊക്കെ എപ്പോഴാ 2 ദിവസത്തിന് ഞാൻ ഏരി എടുക്കത്തില്ല. എന്നാന്ന് 2 ദിവസത്തിന് ഞാൻ ഏരി എടുക്കില്ല. എക്സ്പ്രഷൻ എടുത്തല്ല അനങ്ങാൻ വയ്യ. ആരേലും വാരിപ്പുറക്ക് റൂമിൽ കൊണ്ടുപോണേ. അടുത്ത റൗണ്ട് പറയട്ടെ. നിർത്തിയാ? സമയമൊന്നും ഇല്ല. നമുക്കൊരു 1 മണി 2 മണി വരെ ഇരിക്കണം. ഗൈസ് എല്ലാവരും ചത്ത്. ഗൈസ് എന്ത് പറയാൻ, പിള്ളേർക്കൊന്നും ഒരു കപ്പാസിറ്റി ഇല്ലെന്നേ. എന്നെ പോലല്ല. ഇതിന്റെ ഇതുണ്ടായിരുന്നെങ്കിൽ റൗണ്ടൂടെ പോട്ടെ. എന്താ വേണ്ടത്? എന്താ വാടകയ്ക്ക് എടുത്തോണ്ടൊക്കെ വയറ് മന്തി കഴിക്കാൻ വേണ്ടി 3 പ്ലേറ്റ് അങ്ങനെ അടിച്ചു. ഇവിടെ 2 പേര് 5-6 പേര് 2 പ്ലേറ്റ് കഴിച്ചു. പക്ഷെ അതൊരു പ്ലേറ്റിൽ എടി ഇവള് കഴിച്ച് കിറങ്ങിയിട്ട് നല്ല മറ്റേ അബോധാവസ്ഥയിലായി. ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കാം. മറ്റേ ബീറൊക്കെ അടിച്ചു. 5 പൈസ ഇതിന് കണ്ടില്ലേ?
സോനയുടെ പ്ലേറ്റിലാണ് മല പോയിരിക്കുന്നത്. കാണുന്നില്ലെന്ന് ഒന്നും വേണ്ടാതെ ഒരു മൂലയ്ക്ക് ഒരു സാധനം എടുക്കണം. മന്ദപ്പൻ ചത്ത് പാടായി ചോറ് പ്ലേറ്റിൽ മന്തി തട്ടിട്ടിരിക്കുകയാണ് കൗണ്ടറും മണ്ണാക്കിലോട്ടുള്ള പോക്കും ഒരുപോലെ പോകുന്നത് പ്രിയ. അതെ അതെ ശ്രീലക്ഷ്മിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സോണയുടെ കാശം എന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ദഹിക്കാനായിട്ട് നമ്മൾ നടക്കുവാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട്. എങ്ങോട്ടാണ്? റെയിൽവേ സ്റ്റേഷനിലോട്ട്. ആചാര്യയുടെ അപ്പുറത്തെ മന്തിക്കടയാ MBS മന്തിക്കട, മന്തി ഹൗസ്. എല്ലാവരും കിറങ്ങി കഴിച്ചു. മന്തി ആചാര്യയിലെ മന്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി മന്തിയൊക്കെ തന്നെ. ഒരു 5-ൽ നമ്മളൊരു 4 അല്ലെ 3.5 ഒക്കെ കൊടുക്കും. അത്രയൊക്കെ കൊടുക്കാൻ പറ്റും. നൈസാ. പക്ഷെ വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നടത്താം, അടുത്ത വണ്ടി പിടിച്ചു പോകണം, ട്രെയിൻ പിടിച്ചു പോകണം. അത് നമ്മുടെ കോളേജിൻ്റെ അവിടെ ഉള്ള പ്രശ്നം കാരണം. അതിലെ മന്തി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമില്ല. ബട്ട് കൊള്ളാം, കഴിക്കാം. പിന്നെ നമ്മുടെ ലേഔട്ടിൽ ഒരു മന്തിക്കട വന്നിട്ടുണ്ട്. അതെ, മന്തി മജ്ലിസ് അങ്ങനെ എന്താ തോന്നുന്നു. എന്തിനു? പക്ഷെ അവിടെ ഇതുവരെ പോകാനുള്ളൊരു ഇത് കിട്ടില്ല. സമയമുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നേരത്തെ ഞങ്ങൾ വന്ന് കയറിയില്ല, ഇനി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അതെ, നെക്സ്റ്റ് വീഡിയോ അടുത്ത വർഷം ഡിസംബറിലേക്ക് ഇനി നാട്ടിൽ പോകും. എല്ലാരും എത്ര മാസമായി? ഞാൻ 10 കഴിഞ്ഞു. 11 മാസം പ്രസവം. 11ാം മാസം പ്രസവം. പ്രിയക്ക് എത്ര മാസമായി? അഭിയ 5 മാസം കഴിഞ്ഞോളൂ. ഇല്ല, 2.5. ഇത്രയൊക്കെ കഴിച്ച് വയറ് ഇവിടെ വരെ ചമ്മോ പൊടി. ഐസ്ക്രീം കൂടെ എടി നീ എത്ര പേരുടെ വയറാ കട എടുത്തോണ്ട് വന്നേ? നീ ഇവക്ക് ഐസ്ക്രീമും കേട്ടണോന്ന്. 2 ആളെ ഫുഡ് ഞാൻ ഛർദിക്കാനായിരുന്നു. അബി ഭയങ്കര അഴുക്കപ്പെണ്ട്. മറ്റേ നികളുടെ ഡയലോഗ് തന്തേക്കാ മോശം. ശ്രീലക്ഷ്മിക്ക് കോ വെക്കണോന്ന്. 250 രൂപ പോകും ശ്രീലക്ഷ്മി. വേണ്ട, ചത്താലും ഛർദിക്കരുത്. ഹള്ളിയിൽ വന്ന് നമ്മള് ഉക്കാറുങ്കോ നടക്കുകയാണ്. വയ്യ ഗൈസ്, ചത്ത്. കാടും മലയൊക്കെ ഇറങ്ങുന്നു ഗൈസ്. ഇറങ്ങി തിരിച്ച് കൂട്ടിക്കയറാൻ പോവുകയാണ് ഗൈസ്. അപ്പം അങ്ങനെ ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു പരുവായി. അങ്ങനെ എൻ്റെ റൂമിൽ കയറാൻ പോണു. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.